ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നൊരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. വ്ളോഗ് ചെയ്തിട്ട് ഏകദേശം 10 ദിവസമായി ഗൈസ്. നമ്മളിത് എവിടേക്കാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹസ്ബൻഡിൻ്റെ കണ്ണിൽ നല്ല വർക്കിന് പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു വണ്ട് വന്ന് തട്ടി ഗൈസ്. അപ്പോൾ പിന്നെ കണ്ണ് വേദനിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. പെട്ടെന്ന് ലീവാക്കി ഞാനൊരു 2 hour പെർമിഷൻ എടുത്തു. പാലക്കാട് ഹോസ്പിറ്റലിൽ കാണിക്കാൻ നേരിട്ട് പോവുകയാണ്. നമ്മൾ പോകുന്നത് ഏട്ടൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു തന്നിട്ടുള്ള ഒരു ക്ലിനിക്കിലോട്ടാണ് കേട്ടോ. ബസ് സ്റ്റാൻഡിൽ, ടൗൺ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ. അപ്പോൾ പോകുന്ന വഴി നമ്മുടെ വണ്ടി ഒന്ന് സർവീസിന് കൊടുക്കണം. നമ്മുടെ വണ്ടി റോയൽ എൻഫീൽഡ് മീറ്റിയോർ ആണ് കേട്ടോ നമ്മുടെ വണ്ടി. അപ്പോൾ ഇത് ഒരു 2 year ബാക്ക്, 2 year ആവുന്നതേ ഉള്ളൂ, 2 വർഷം ആവുന്നേ ഉള്ളൂ. ഏട്ടന് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുത്തതാണ്. അപ്പോൾ അതിപ്പം സർവീസിന് കൊടുക്കാനായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ റോയൽ എൻഫീൽഡിൻ്റെ ഷോറൂമിലേക്ക് വിളിച്ച് പറഞ്ഞു. ഓൾറെഡി മോർണിംഗ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കൊണ്ടു കൊടുത്തിട്ട് അവിടെ നിന്ന് ബസ്സിന് പോകാനാണ് പ്ലാൻ ഇട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ കാറ് കിടക്കുന്നതാണ് നേരെ ഫ്രണ്ടിൽ, അത് ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടിയാണ് കേട്ടോ. നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മീറ്റ് ചെയ്തതാണ്. അപ്പോൾ ഏട്ടൻ ബുള്ളറ്റിൽ ഉള്ളിലേക്ക് പോയി സർവീസിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഏട്ടനോട് കുറേ നേരം സംസാരിച്ച് തന്നു. അങ്ങനെയാണ് ഉള്ളിലേക്ക് പിന്നെ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് തന്നെ കിട്ടുമോ എന്ന് വിചാരിച്ചു, ഞങ്ങൾ പോയി തിരിച്ച് വരുമ്പോഴേക്കും കിട്ടുമെന്ന് വിചാരിച്ചു. പക്ഷേ അത്യാവശ്യം ബുക്കിംഗ് ഉണ്ട്. അപ്പോൾ നാളെ ആവുമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ആണെങ്കിൽ ഏട്ടന് വർക്കിനും പോകണമായിരുന്നു. പിന്നെ അവർ എങ്ങനെയെങ്കിലും വർക്കിന് മുന്നേ എത്തിക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ആ വണ്ടി അവിടെ കൊടുത്തു. ഒരു 10 to 15 minutes നമ്മൾ റിട്ടേൺ പോകുന്നു കേട്ടോ. ഇനി നമ്മൾ ബസ്സിലാണ് പാലക്കാട്ടോട്ട് പോകുന്നത്. എനിക്ക് ഈ ബൈക്ക് അതുപോലെ കാറിനെക്കാട്ടിലും ബസ്സിൽ പോകാനാണ് കേട്ടോ ഇഷ്ടം. നമ്മൾ ബസ് കാത്തു നിൽക്കുന്ന സ്റ്റാൻഡിലാണ് ഗൈസ്. ഏട്ടൻ പുറത്തുനിന്ന് ഞാൻ ഉള്ളിൽ പോയിരുന്നു. ഒരു 5 minute തന്നെ ബസ് വന്നു കേട്ടോ. പിന്നെ ബസ്സിൽ കയറി. പ്രൈവറ്റ് ബസ്സിൻ്റെ ഒരു പ്രത്യേകത, നല്ല പാട്ടുകളൊക്കെ ഇട്ടിട്ടുണ്ടാവും കേട്ടോ. കണ്ണുപോയി എന്നാണ് ഏട്ടൻ പറയുന്നത്. അപ്പോൾ നമ്മൾ പ്രൈവറ്റ് ബസ്സിൽ നല്ല നല്ല പാട്ടുകളൊക്കെ ഇട്ടിട്ടുണ്ടാവും, നല്ല സീറ്റൊക്കെ ആയിരിക്കും. എന്നാലും സ്പെഷ്യൽ പേഴ്സണൽ ഫേവറേറ്റ് എനിക്ക് KSRTC ആണ് കേട്ടോ. KSRTCയിൽ സൈഡ് സീറ്റിൽ പാട്ടൊക്കെ വെച്ചിട്ട് പോകുന്നതാണ് കുറച്ചും കൂടി ഇഷ്ടം ഗൈസ്. ആക്ച്വലി ഈ ഒരു വ്ളോഗ് ഞാൻ ഇത് ഫുൾ വോയിസ് ഓവർ കൊടുത്തിരുന്നു ബാക്ക്ഗ്രൗണ്ടിൽ. അത് കഴിഞ്ഞ് എനിക്കൊരു അബദ്ധം പറ്റി. ഞാൻ ടിക്ക് കൊടുക്കുന്നതിന് പകരം ക്ലിക്ക് ചെയ്ത ബട്ടൺ മാറിപ്പോയി ഗൈസ്. ഞാൻ കൊടുത്ത വോയിസ് ഓവറൊക്കെ എഗെയിൻ ഡിലീറ്റ് ആയിപ്പോയി. അപ്പോൾ അങ്ങനെ നമ്മൾ ഡോക്ടറെ കാണിച്ചു കേട്ടോ. കാണിച്ച് കണ്ണിൽ എന്തോ ഒരു ഇതിരിക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഡോക്ടർ അവിടെ നിന്ന് തന്നെ എടുത്തു. പിന്നെ ഒരു തുള്ളി മരുന്ന് കൊടുത്തു കേട്ടോ. ക്ലിനിക്കിൽ അധികം വീഡിയോ ഒന്നുമില്ല, കാണിക്കുമ്പോൾ നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പം അങ്ങനെ അവിടെ നിന്ന് തുള്ളിമരുന്ന് വാങ്ങി. ആ തുള്ളിമരുന്ന് ഒഴിച്ചതിന് ശേഷം ഏട്ടന് ചെറുതായിട്ടൊരു മങ്ങൽ പോലെ ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അത് ഡോക്ടർ പറഞ്ഞു വൈകുന്നേരം വരെ ആ ഒരു മങ്ങലുണ്ടാവും, 1 മണിക്കൂർ ഇടവിട്ടിട്ട് മരുന്നൊഴിക്കാൻ പറഞ്ഞു. പിന്നെ നമ്മൾ നോക്കുമ്പോൾ 12 മണിയായിട്ടുള്ളൂ ഗൈസ്. അപ്പം ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആളോട് നമ്മൾ ഡ്രൈവറോട് ചോദിച്ചു കേട്ടോ എവിടെ കുഴപ്പമില്ലാത്തതെന്ന്. അതിന് ശേഷം പിന്നെ ഹസ്ബൻഡിൻ്റെ ബ്രദറിനെ വിളിച്ച് ചോദിച്ചു. പിന്നെ നമ്മൾ ലാസ്റ്റ് ഫൈനലി ഹോട്ടൽ ഗസാല അവിടെയാണ് ഫിക്സ് ചെയ്തത്. ഫുഡിൻ്റെ കാര്യത്തിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സന്ദീപേട്ടൻ നല്ല ഫുഡ് കിട്ടണം, നല്ല ഫുഡുള്ള സ്ഥലത്തേ ഏട്ടൻ പോവുള്ളൂ. എനിക്കാണെങ്കിൽ കുറച്ച് നല്ല ആംബിയൻസ് വേണം. എനിക്ക് അങ്ങനെ ഇരിക്കുമ്പോഴൊക്കെ കുറച്ച് കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റിയ ഫുഡ് കഴിക്കണം. അപ്പം അങ്ങനെ ആയതുകൊണ്ട് നമ്മളിങ്ങനെ കുറേ ഹോട്ടൽസ് സെർച്ച് ചെയ്തിട്ട് ആണ് പോവുക കേട്ടോ. അപ്പം ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആംബിയൻസ് ഉള്ളൊരു ഹോട്ടലാണ് ഹോട്ടൽ ഗസാല. അതുപോലത്തെ അവിടുത്തെ ഫുഡും വലിയ തെറ്റ് പറയാനില്ല കേട്ടോ, ഫുഡ് കുഴപ്പമൊന്നുമില്ല. അപ്പം അങ്ങനെ നമ്മൾ അവിടേക്കാണ് പോയത്. പിന്നെ അങ്ങനെ നമ്മൾ ഹാൻഡ് വാഷൊക്കെ ചെയ്തിട്ട് പോയി. ഇത് ഈ ടൈം എന്ന് പറയുന്നത് ഏകദേശം ഒരു 12 മണി ആയിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പം അതുകൊണ്ടാണ് കാലിയായിട്ടിരിക്കുന്നതെന്ന് തോന്നുന്നു. പക്ഷേ കുറച്ച് പേരൊക്കെ വന്ന് ഫുഡ് കഴിച്ചിട്ട് പോയി. പിന്നെ ഞങ്ങൾ കഴിച്ച് കഴിയുമ്പോഴേക്കും അത്യാവശ്യം തിരക്കായിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഏറ്റവും ആദ്യം ഓർഡർ ചെയ്തത് ഹോട്ട് ആൻഡ് സോർ സോപ്പാണ് കേട്ടോ. സോപ്പല്ല, സൂപ്പ്. അപ്പം ഇത് ആക്ച്വലി മുന്നേ ഒന്നും ഞാൻ സൂപ്പൊന്നും കുടിക്കാറില്ല ഗൈസ്. പിന്നെ ഈ ഏട്ടൻ്റെ കൂടെ കൂടിയിട്ട് സൂപ്പ് കുടിക്കാൻ തുടങ്ങി. അത്യാവശ്യം ഹെൽത്തി ആണ്, പിന്നെ നല്ല കുഴപ്പമില്ലാത്ത ടേസ്റ്റും ഉണ്ട് കേട്ടോ. ഈ കൊട്ടിക്കൊണ്ടിരിക്കുന്നത് ഉപ്പാണ്, പക്ഷേ അധികം ഒന്നും വീഴുന്നുണ്ടായിരുന്നില്ല. അതാണ് ഇങ്ങനെ കൊട്ടിക്കൊണ്ടിരിക്കുന്നത്, ചെറിയ ഹോളേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അങ്ങനെ അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഈ സൂപ്പ് കുടിച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ഏട്ടനൊരു ആവറേജാണ് പറഞ്ഞത്, പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൂപ്പായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തത് ബിരിയാണി ആയിരുന്നു കേട്ടോ.
നമ്മളെങ്ങനെ എന്ത് പ്ലാൻ ചെയ്ത് പോയാലും അവസാനം ചിക്കൻ ബിരിയാണിയിലെത്തി നിൽക്കും. എന്താണെന്നറിയില്ല. പിന്നെ ഏകദേശം 12 മണി ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം നമുക്ക് ഫുഡ് അങ്ങനെ വിശക്കണമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ഈ സൂപ്പ് കുടിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം തീരുമാനമായിട്ടാണ്, വയറ് ഫുള്ളായി. അപ്പോൾ പിന്നെ എന്ത് ചെയ്തു, 2 ബിരിയാണി കൊണ്ടുവന്നേന്ന് ഒരെണ്ണം മാറ്റി വെച്ചിട്ട് മറ്റ് ബിരിയാണി ഞങ്ങൾ ഷെയർ ചെയ്തു ഗൈസ്. ഹാഫ് കഴിക്കാമെന്ന് പ്ലാൻ ഇട്ടു. മറ്റ് ബിരിയാണി എന്തായാലും ഞങ്ങളുടെ കുഞ്ഞിന് ബിരിയാണി നല്ല ഇഷ്ടമാണ്. അപ്പോൾ അവന് പാഴ്സൽ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ മമ്മീനെ വിളിച്ച് ചോദിച്ചപ്പോൾ മമ്മിക്ക് മീൻകറി മതിയെന്ന് പറഞ്ഞു, വറുത്തരച്ച മീൻകറി. അപ്പോൾ മമ്മിക്കൊരു മീൻകറിയും കൂടി പാഴ്സൽ വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ ഈ ഒരു ബിരിയാണി ഞങ്ങൾ രണ്ടാളും കൂടി ഷെയർ ചെയ്ത് കഴിച്ചു. ബിരിയാണി തെറ്റു പറയാനില്ല കേട്ടോ, നന്നായിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു, സന്ദീപേട്ടനും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ബിരിയാണി ഒരെണ്ണം ഹാഫായിട്ട് ഷെയർ ചെയ്തു. മറ്റേത് നമ്മൾ കൊറിയർ ചെയ്തു, സോറി ഗൈസ്, പാഴ്സൽ ചെയ്തു. ഒരു അബദ്ധം ആർക്ക് വേണേലും പറ്റും അല്ലേ. അപ്പം അങ്ങനെ ബിരിയാണി എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ബിരിയാണി കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊരു ജ്യൂസ്, ഗ്രേപ്പ് ജ്യൂസും ഏട്ടനൊരു ലൈം സോഡയും ഓർഡർ ചെയ്തു. അതിൻ്റെ കുറച്ച് ഞാൻ തട്ടിക്കളഞ്ഞു ഗൈസ്. അപ്പോൾ ഇതാണ് ബില്ല് കേട്ടോ. ബില്ല് കുഴപ്പമില്ല, GST എല്ലാത്തിനും കമ്മിയായി, ഫുഡിന് കമ്മിയായില്ല. പോട്ടെ. അങ്ങനെ നമ്മൾ അപ്പം തന്നെ ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇറങ്ങാൻ നേരത്ത് ഈ പുറത്ത് പോകുന്ന സ്ഥലത്ത് ഈ ഒരു സോഫ കണ്ടപ്പം ഏട്ടൻ അവിടെ ചാടിക്കയറിയിരുന്നു. ഞാൻ ടാറ്റ പറഞ്ഞു പോയി ഗൈസ്. പിന്നെ അപ്പം തന്നെ ഇറങ്ങി പോന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അടുത്ത പ്ലാൻ എന്ന് പറയുന്നത് സ്റ്റാൻഡിൽ പോകണം. സ്റ്റാൻഡിക്ക് കുറച്ച് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. പിന്നെ നമ്മൾ കണ്ണിന് വയ്യാത്തതല്ലേ, ഓട്ടോ വിളിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഓട്ടോയിൽ കയറി ഒരു 5 മിനിറ്റ് ഇല്ല, 10 മിനിറ്റ് കേട്ടോ. 10 മിനിറ്റിനുള്ളിൽ നമ്മൾ സ്റ്റാൻഡിലെത്തി ഗൈസ്. എൻ്റെ ഫേസ് ഞാൻ എത്ര നോക്കിയിട്ടൊരു മെനയാവുന്നില്ല ഗൈസ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഫിൽറ്റർ ഇട്ടു. ഫിൽറ്റർ മുഖ്യം ബിഗിലേ. അപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ഫിൽറ്റർ വെച്ചിട്ട് വീഡിയോ എടുക്കാൻ തുടങ്ങി. അപ്പോൾ 1 മണിക്കൂർ ഗ്യാപ്പിൽ മരുന്ന് ഒഴിക്കാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഏട്ടൻ അതുകൊണ്ട് മരുന്ന് ഒഴിക്കാനുള്ള പ്ലാനിങ്ങിലാണ്. അപ്പം ഞാൻ കുറച്ച് എൻ്റെ സൗന്ദര്യം ആസ്വദിച്ച് അവിടെ കുത്തിയിരുന്നു. പിന്നെ ഒരു 5 മിനിറ്റും കൂടെ കഴിഞ്ഞപ്പോൾ നമ്മൾ സ്റ്റാൻഡിലെത്തി പുറത്തിറങ്ങിയ വഴിക്ക് ഇറങ്ങി വരുന്ന ബസ് തന്നെയാണ് കേട്ടോ നമ്മുടെ അവിടേക്ക് പോകുന്ന ബസ്. ആ പിങ്ക് കളർ ബസ്. അങ്ങനെ നമ്മൾ അതിൽ തന്നെ ചാടി കയറി കേട്ടോ. നമ്മുടെ വീട്ടിലേക്ക് ഇവിടെ നിന്നൊരു 25 മിനിറ്റ് കേട്ടോ. പാലക്കാട് മെയിൻ സ്റ്റാൻഡിൽ നിന്ന് ഒരു 25 മിനിറ്റ്സ് ബസ്സിൽ. പിന്നെ അവിടെ നിന്ന് ശരിക്കും പറഞ്ഞാൽ വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ. പക്ഷേ നമ്മൾ പോയ സമയം ഏകദേശം കറക്റ്റായിരുന്നു. നമ്മുടെ വീടിൻ്റെ അവിടേക്ക് ബസ് ഉണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ പിന്നെ അങ്ങനെ ബസ്സിൽ ഇരുന്ന് ഏട്ടൻ ആക്ട് ചെയ്യുന്നതാണ് കേട്ടോ, ഉറങ്ങുന്ന പോലെ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട്. ആദ്യം കയറിയ സമയത്ത് ക്ലൈമറ്റ് നോക്കൂ, അത്യാവശ്യം വലിയ വെയിലുമില്ല വലിയ മഴയില്ല, ആ ഒരു റേഞ്ചിലായിരുന്നു കേട്ടോ. പക്ഷേ ഈ ക്ലൈമറ്റ് നല്ല രസമുണ്ടായിരുന്നു. വെയിലും മഴയും അധികം ഇല്ലാത്തത് കൊണ്ട് നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ് ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞില്ല, അപ്പോഴേക്കും മഴ പെയ്യാൻ തുടങ്ങി ഗൈസ്. ഏട്ടൻ ഇത് ഫുൾ ആക്ടിങ് ആണ് കേട്ടോ, ഉറങ്ങുന്ന പോലെ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട്. ഞാൻ സാധാരണ ബസ്സിൽ കയറി കഴിഞ്ഞാൽ ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ആദ്യം ഉറങ്ങും കേട്ടോ. ഒറ്റയ്ക്കാണെങ്കിൽ പിന്നെയും നമ്മൾ ഇത്തിരി കോൺഷ്യസ് ആയിരിക്കുമല്ലോ. ബസ് സ്റ്റോപ്പ്, പ്രത്യേകിച്ച് എനിക്ക് സ്റ്റോപ്പൊന്നും അറിഞ്ഞൂടാ. അപ്പോൾ ഏട്ടൻ കൂടി ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് അത്ര പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഇത് കണ്ടോ, ക്ലൈമറ്റ് മാറി 5 മിനിറ്റ് കഴിഞ്ഞുള്ളൂ, അപ്പോഴേക്കും മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായി കേട്ടോ. ആ റോഡ് കണ്ടറിയാം, ഫുൾ നനഞ്ഞടക്കുന്ന, അത്യാവശ്യം മഴയുണ്ട്. വീഡിയോയിൽ അങ്ങനെ മഴ പെയ്യുന്നതായിട്ട് കാണുന്നില്ല, പക്ഷെ മഴയുണ്ട് ഗൈസ്. ഞങ്ങൾ ബസ് ഇറങ്ങി ഞങ്ങളുടെ വീടിൻ്റെ അവിടേക്കുള്ള ബസ്സിന് വെയിറ്റ് ചെയ്യാണ് കേട്ടോ. ഏട്ടൻ ഈ മുഖം പൊത്തി നിൽക്കുന്നത്, ആൾക്ക് ഒരു കണ്ണ് ഭയങ്കര ഡള്ളായിട്ടാണ് കേട്ടോ, ഡിമ്മായിട്ടാണ്. ഡോക്ടർ പറഞ്ഞിരുന്നു ഇന്നൊരു ദിവസം ഫുൾ അങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ കണ്ണ് പൊത്തി നിൽക്കുന്നത്. പിന്നെ നമ്മൾ നമ്മുടെ വീടിൻ്റെ അവിടേക്കുള്ള ബസ്സിൽ കയറി. ഏട്ടൻ അപ്പുറത്തും ഞാനിപ്പുറത്തും ഇരുന്ന് കേട്ടോ. വീഡിയോ എടുക്കുന്ന കണ്ട് അപ്പം താറ്റ കേട്ടോ, എന്തിനാണെന്നറിയില്ല. അപ്പം അങ്ങനെ നമ്മുടെ അവിടേക്കുള്ള ബസ് ഇറങ്ങി. ഇനി ഒരു 2 അടി നടന്നാൽ മതി. ഈ റോഡ് നേരെ പോയിട്ട് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീടെത്തി ഗൈസ്. അപ്പം അത്രയേ ഉള്ളൂ ഈ വീഡിയോ. അപ്പോൾ നമ്മുടെ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് കൂടെ കൂട്ടണേ. നമുക്ക് എല്ലാ ദിവസവും നൈറ്റ് ലൈവ് ഉണ്ട് 8 to 10. നമ്മുടെ ലൈവിൽ ജോയിൻ ചെയ്യാം കേട്ടോ. താങ്ക് യു.